ഇനിയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസും മൊബൈൽ സംബന്ധമായ ടിപ്സുകളും യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഞാനിന്ന് നമ്മുടെ മൊബൈലിലുള്ള FRP ലോക്ക് എന്ന് പറയുന്ന ഒരു ഫീച്ചറിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നമ്മുടെ ഫോണിൻ്റെ സെക്യൂരിറ്റിക്കും പ്രൈവസിക്കും വേണ്ടി ഗൂഗിളും നമ്മുടെ ഫോണുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു സെക്യൂരിറ്റി ലോക്കാണ് FRP ലോക്ക് എന്ന് പറയുന്നത്. ഈ ലോക്ക് നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിലോ മറ്റോ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കില്ല. നിങ്ങളൊരു ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ FRP ലോക്ക് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങളുടെ ഫോൺ ഏതെങ്കിലും കാരണവശാൽ FRP ലോക്കിൽ കുടുങ്ങുകയാണ് എങ്കിൽ അത് അൺലോക്ക് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ഷോപ്പിലും മറ്റും കൊടുത്ത് നിങ്ങൾക്ക് അതിന്മേൽ പൈസ ചിലവാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്താണ് FRP ലോക്ക് എന്നും FRP ലോക്കിന്റെ ഗുണങ്ങൾ എന്തെന്നും ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമ്മുടെ ഫോൺ FRP ലോക്ക് ആകുമെന്നും FRP ലോക്കിൽ കുടുങ്ങാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. FRPയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഫാക്ടറി റീസെറ്റിംഗ് പ്രൊട്ടക്ഷൻ ലോക്ക് എന്നാണ്. ഈ ഒരു ലോക്കിംഗ് സംവിധാനം എല്ലാ ആൻഡ്രോയിഡ് മൊബൈലുകളിലും കാണുകയില്ല. ആൻഡ്രോയിഡ് വേർഷൻ ലോലിപോപ്പ് അതായത് 5.1 മുകളിലുള്ള എല്ലാ വേർഷനുകളിലും എല്ലാ സ്റ്റോക്ക് ആൻഡ്രോയിഡുകളിലും ഈ ഒരു ലോക്കിംഗ് സംവിധാനം ഗൂഗിൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ചില മൊബൈലുകൾ അവരുടെ 5 വേർഷനുകളിൽ ഈ ഒരു ലോക്കിംഗ് സംവിധാനം അവർ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണുകളിലും അവർ ഈ ഒരു FRP ലോക്കിംഗ് സംവിധാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ FRP ലോക്കിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം. FRP ലോക്കിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഫോൺ ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ നിന്നും കളഞ്ഞു പോവുകയാണെന്ന് വിചാരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും മോഷ്ടിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് കിട്ടുന്ന വ്യക്തിക്ക് നമ്മുടെ ഫോൺ യൂസ് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് നമ്മുടെ ഫോണിൻ്റെ റിക്കവറി മോഡ് എടുത്ത് നമ്മുടെ ഡേറ്റാസുകളും മറ്റും വൈപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ അവർ ഫോൺ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിൽ ഫിംഗർ ലോക്കോ അല്ലെങ്കിൽ പാറ്റേൺ ലോക്കോ അല്ലെങ്കിൽ പിൻ ലോക്കോ മറ്റോ ആയിരിക്കും. നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല അവർക്ക്. അതിനുവേണ്ടി അവർ റിക്കവറി മോഡിലെടുക്കും. നമ്മുടെ ഫോണിൻ്റെ ഹാൻഡ് കീകൾ ഉപയോഗിച്ച് നമ്മുടെ വോളിയം അപ്പ് ബട്ടൺ പവർ ബട്ടണൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്യാതെ തന്നെ അവർക്ക് റിക്കവറി മോഡിലെടുത്തുകൊണ്ട് അതിൻ്റെ ഫാക്ടറി റീസെറ്റ് ചെയ്യും. നമ്മുടെ ഫോൺ റീസെറ്റ് ചെയ്ത് അവർക്ക് അവരുടേതായ രീതിയിൽ അവർക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു റിക്കവറി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മുടെ ഡേറ്റാസുകളും മറ്റും അവർക്ക് റിക്കവർ ചെയ്തെടുക്കാനും സാധിക്കും. അത് നമ്മുടെ സെക്യൂരിറ്റിയും പ്രൈവസിയും എത്രത്തോളം ബാധിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇങ്ങനെ നമ്മുടെ പേഴ്സണൽ ഡേറ്റാസുകൾ ചോരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ആൻഡ്രോയിഡ് ഫോണുകളിൽ FRP ലോക്കിംഗ് സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ഫോൺ FRP ലോക്കിംഗ് ഉള്ള ഒരു ഫോൺ ആണെങ്കിൽ, അതായത് ലോലിപോപ്പോ അതിന് മുകളിലുള്ള ആൻഡ്രോയിഡ് വേർഷൻ ആണ് എങ്കിൽ ഫോൺ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോൺ FRP ലോക്കിൽ കുടുങ്ങും. ഫോൺ ഓണാകുകയുമില്ല, ബൈനറി ബ്ലോക്ക്ഡ് FRP ലോക്ക് എന്ന് കാണിച്ച് നിൽക്കുകയും ചെയ്യും. അതായത് മുകളിൽ സ്ക്രീനിൽ കാണുന്നത് പോലെ. ഇങ്ങനെ സംഭവിക്കുന്ന FRP ലോക്ക് നമുക്ക് ഒരിക്കലും അൺലോക്ക് ചെയ്യാൻ സാധിക്കില്ല. ഈ ഫോൺ നമുക്ക് വീണ്ടും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ വീണ്ടും റീഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ റീഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ പഴയ ഡേറ്റാസുകളിലും മറ്റുമെല്ലാം പെർമനൻ്റ്ലി ഇറേസായി പോകും. അത് കാരണം വേറെ ഏതെങ്കിലും റിക്കവറി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മുടെ പഴയ ഡേറ്റാസുകളും മറ്റും റിക്കവറി ചെയ്തെടുക്കാൻ ആരെങ്കിലും ശ്രമിച്ചാലും അവർക്ക് അതിന് സാധിക്കാതെ വരികയും ചെയ്യും. അപ്പോൾ എന്താണ് FRP ലോക്കെന്നും FRP ലോക്കിൻ്റെ ഉദ്ദേശം എന്താണെന്നും ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നു. അടുത്തതായിട്ട് നമ്മുടെ ഫോൺ ഏതൊക്കെ സാഹചര്യങ്ങളിൽ FRP ലോക്ക് ആകാമെന്നും നമ്മുടെ ഫോൺ FRP ലോക്ക് ആകാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും നമുക്ക് നോക്കാം. നമ്മുടെ ഫോൺ ഏതൊക്കെ സമയങ്ങളിൽ ഫോൺ റീസെറ്റ് ചെയ്യുന്നുവോ ആ സമയങ്ങളിലെല്ലാം, അതായത് ഫാക്ടറി റീസെറ്റ് ആയിരുന്നാലും ശരി, ഹാർഡ് റീസെറ്റ് ആയിരുന്നാലും ശരി, ചിലപ്പോൾ നമ്മുടെ ഫോണ് FRP ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ഫോൺ റീസെറ്റ് ചെയ്യേണ്ട പല സന്ദർഭങ്ങളിലും വരാറുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, നമ്മുടെ ഫോൺ മറ്റൊരാൾ വിൽക്കുന്ന സമയത്ത് നമ്മുടെ ഡേറ്റാസുകളിൽ മറ്റ് ഇറേസ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരാളുടെ ഫോൺ നമ്മൾ വാങ്ങുന്ന സമയത്ത് അവരുടെ ഡേറ്റാസുകൾ മറ്റ് ഇറേസ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഫോൺ റീസെറ്റ് ചെയ്യാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ മാൽവെയർ, വൈറസ് തുടങ്ങിയ കണ്ടന്റുകൾ ഇൻക്ലൂഡ് ആയിട്ട് വളരെയേറെ പ്രോബ്ലംസുകൾ നമ്മുടെ ഫോണിൽ ഉണ്ടാകുന്ന സമയങ്ങളിൽ നമ്മുടെ ഫോൺ റീസെറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ സംബന്ധമായ പല പ്രോബ്ലംസുകളും സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഫോൺ റീസെറ്റ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ പോയി ഫാക്ടറി റീസെറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ, ഹാർഡ് റീസെറ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഫോണിൻ്റെ റിക്കവറി മോഡിൽ പോയിട്ടുള്ള ഹാർഡ് റീസെറ്റിംഗ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ പോയിട്ട് അവിടെ നിന്ന് ഫാക്ടറി റീസെറ്റ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, നിങ്ങളുടെ ഫോണുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന Gmail അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് വരുന്ന FRP ലോക്ക് അൺലോക്ക് ചെയ്യാൻ സാധിക്കും. ഏതൊരു ആൻഡ്രോയിഡ് ഫോണും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതിന് ഒരു Gmail അക്കൗണ്ട് ആവശ്യമാണ്. അതായത് നമ്മൾ പ്ലേ സ്റ്റോർ ആയിരുന്നാലും ശരി, നമ്മുടെ ഗൂഗിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു ആപ്ലിക്കേഷൻ ആയിരുന്നാലും ശരി, നമുക്കത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതിന് നമ്മുടെ ഫോണിൽ ഒരു Gmail അക്കൗണ്ട് ആവശ്യമാണ്. എന്നാൽ ഒരു Gmail അക്കൗണ്ട് ആയിരിക്കില്ല നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കുക. ഒരുപാട് Gmail അക്കൗണ്ട് നമ്മൾ ആ ഫോൺ പോയി യൂസ് ചെയ്യുന്നുണ്ടാവും. എന്നാൽ ഒരു സമയം ഒരു Gmail അക്കൗണ്ട് മാത്രമേ നമ്മുടെ ഫോണുമായി ലിങ്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു Gmail അക്കൗണ്ട് ഏതാണെന്ന് നമുക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് നിൽക്കുന്ന Gmail അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡും നമുക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് FRP ലോക്ക് കുടുങ്ങുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ഫോൺ ഓപ്പൺ ചെയ്യാൻ സാധിക്കാതെ വരും.
അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമുക്ക് FRP ലോക്ക് അൺലോക്ക് ചെയ്യുന്നതിനായിട്ടും മറ്റും നമുക്ക് ഷോപ്പിൽ കൊടുത്ത് അതിന് പൈസ കൊടുത്ത് അത് ശരിയാക്കേണ്ടതായിട്ട് വരും. FRP ലോക്ക് ബൈപ്പാസ് ചെയ്യേണ്ട പല ടൂൾസുകളും ഇപ്പോൾ അവൈലബിൾ ആണെങ്കിൽ പോലും ചില ഫോണുകൾക്ക് FRP ലോക്ക് ബൈപ്പാസ് ചെയ്യാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ FRP ലോക്ക് ബൈപ്പാസ് ചെയ്യാൻ സാധിക്കാതെ വരുന്ന ഒരുപാട് സന്ദർഭങ്ങൾ പല ഫോണുകൾക്കും ഉണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോൺ റീസെറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ FRP ലോക്ക് ആകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. നമ്മുടെ ഫോൺ FRP ലോക്ക് ആകാതെ എങ്ങനെ റീസെറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നമ്മുടെ ഫോൺ റീസെറ്റ് ചെയ്യുമ്പോൾ FRP ലോക്ക് ആകാതിരിക്കാൻ പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് റീസെറ്റ് ചെയ്യുന്നതിന് മുന്നാടിയായിട്ട് നമ്മുടെ ഫോണിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന എല്ലാ ഗൂഗിൾ അക്കൗണ്ടുകളും റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ നമ്മുടെ ഫോണിലുള്ള Gmail അക്കൗണ്ടുകൾ റിമൂവ് ചെയ്യും എന്ന് നമുക്ക് നോക്കാം. Gmail അക്കൗണ്ടുകൾ റിമൂവ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് താഴെയായിട്ട് അക്കൗണ്ട്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ അക്കൗണ്ട്സുകളും ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് വേണ്ടത് ഗൂഗിൾ അക്കൗണ്ടാണ്. ഗൂഗിൾ അക്കൗണ്ടുകളാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഗൂഗിൾ എന്നൊരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോണിൽ ഏതൊക്കെ ഗൂഗിൾ അക്കൗണ്ടുകളാണോ ഇൻബിൾട്ട് ആയിട്ടുള്ളത്, നിങ്ങളുടെ ഫോണുമായി ലിങ്ക് ചെയ്തിട്ടുള്ളത്, അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താഴെ മോർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് റിമൂവ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആ അക്കൗണ്ട്, നിങ്ങളുടെ Gmail അക്കൗണ്ട് റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ തിരിച്ച് വീണ്ടും ബാക്ക് വന്നതിന് ശേഷം നിങ്ങളുടെ ഏതെല്ലാം ഗൂഗിൾ അക്കൗണ്ടുകളുണ്ടോ, ഇപ്പോൾ എൻ്റെ ഇപ്പോൾ 5 ഗൂഗിൾ അക്കൗണ്ടുകളാണ് എൻ്റെ മൊബൈലുമായി ലിങ്ക് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ 2 ആയിരിക്കും, ചിലപ്പോൾ 3 ആയിരിക്കും, ചിലപ്പോൾ 1 ആയിരിക്കും. അതിൽ എത്ര Gmail അക്കൗണ്ടുകളാണോ നിങ്ങളുടെ ഫോണിലുള്ളത് അതെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ഫോണ് റീസെറ്റ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ അക്കൗണ്ടുകളെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോൺ റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഫോൺ റീസെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോൺ FRP ലോക്കിൽ കുടുങ്ങുകയില്ല. നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ Gmail അക്കൗണ്ടുകളും റിമൂവ് ചെയ്തു എന്ന് വരുത്തുന്നതിനായിട്ട് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ എല്ലാ ഗൂഗിൾ അക്കൗണ്ടുകളും റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ആവുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു Gmail അക്കൗണ്ട് ലിങ്ക് ആയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓപ്പൺ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ Gmail അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യാനാണ് പറയുന്നത് എങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടുകളൊന്നും നിങ്ങളുടെ ഫോണിൽ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സ് എടുത്തതിനു ശേഷം ബാക്കപ്പ് ആൻഡ് റീസെറ്റ് എന്നൊരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്യാവുന്നതാണ്. ഫാക്ടറി റീസെറ്റ് ചെയ്യാവുന്നതുപോലെ തന്നെയാണ് ഹാർഡ് റീസെറ്റ് ചെയ്യുന്നതിന് മുന്നാടിയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും കാണുന്നത് വരെ ഇപ്പോൾ ബൈ.